എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, മിസ് അഴകദ. എന്റെ റൂംമേറ്റ് ആണ്, എന്റെ എല്ലാമാണ് എന്നൊക്കെ പറയാം. പിന്നെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ്, ഒരു റൂമിലാണ് താമസിക്കുന്നത്. പിന്നെന്താ, അപ്പൊ കൂടുതൽ വളർച്ച നിൽക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വിചാരിച്ചാല് കളർ തിയറി. അതായത് സെയിം ലിപ്സ്റ്റിക് രണ്ട് സ്കിൻ ടോണിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ്. അപ്പൊ നമ്മള് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോ നമ്മുടെ വീഡിയോന് വേണ്ടി ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് NYBന്റെ 12-in-1 ലിപ്സ്റ്റിക് ക്യാപ്സ്യൂൾ ആണ്. ഇത് ഞാൻ പർപ്പിൾ മാർക്കിന് ഓർഡർ ചെയ്താണ്. ഇതിന്റെ ശരിക്കുള്ള റേറ്റ് എന്ന് പറയുന്നത് 499 ആണ്. എനിക്കത് ഓഫറിൽ ഒരു 300 സംതിങ് റേഞ്ചിൽ കിട്ടിയതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് എടുക്കാം. ഇതിനകത്ത് 1 to 12 എന്ന് പറഞ്ഞ ഷെയ്ഡ്സ് ഇങ്ങനെ എഴുതി വെച്ചതാണ്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ഷെയ്ഡ്സ് ഏതാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. ആദ്യം നമ്മൾ ഉള്ള ലിപ്സ്റ്റിക് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പ്യുവർ ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലെ ഫസ്റ്റ് ഷെയ്ഡ് ട്രൈ ചെയ്യാം. അപ്പൊ രണ്ടാളും അപ്ലൈ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ സംഭവം ഇട്ടതുപോലെ തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റം തോന്നുന്നില്ല. പക്ഷെ അവർക്ക് നല്ല നല്ല മാച്ച് ഉണ്ട്. പക്ഷെ എന്റെ മുഖത്ത് അങ്ങനെ ഒരു സാധനം ഉള്ള പോലെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. ഷെയ്ഡ് നമ്പർ 2. ഇത് രണ്ടുപേർക്കും അത്യാവശ്യം ചേരുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്താ എന്റെ അഭിപ്രായം? ചേരുന്നുണ്ടോ? വായി തുറന്നോ? അവർക്കത് ചുണ്ണാമ്പ് തന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്ന കമന്റ് ചെയ്യും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി മാച്ച് ആവുന്ന പോലെ തോന്നുന്നു. നിനക്ക് മാച്ചാ, എനിക്ക് മാച്ചില്ല. മാച്ചില്ലായ്മല്ല, കുറച്ച് ലൈറ്റ് ആക്കിയിട്ടാൽ ചിലപ്പോൾ മാച്ച് ആവുന്നുണ്ടാവും. നേരത്തെ ഇട്ടത് ഞാൻ കുറച്ചുകൂടി കട്ടിക്കിട്ടാൽ ചിലപ്പോൾ മാച്ച് ഇട്ട പോലെ തോന്നും. നേരത്തെ ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് ഇട്ടത്. പക്ഷെ ശരിക്കും ഡിഫറൻസ് അറിയുന്നുണ്ടല്ലേ? കണ്ടു ഗൈസ്, രണ്ട് ഷെയ്ഡ്. അപ്പൊ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് എടുക്കുകയാണ്. ഷെയ്ഡ് നമ്പർ 3. അവിടെ. അപ്പൊ ഇത് ഇനി കേട്ടോ ഫസ്റ്റ് ഞാനിട്ട് എനിക്കൊരു ലൈറ്റ് ഒരു ബ്രൗൺ പോലെയാണ് എൻ്റെ ഇതിൽ എഫക്ട് ചെയ്യുന്നത്. അവർക്കൊരു മെറൂൺ ബ്രൗൺ മിക്സ് ആയിട്ട് ആണ് കാണുന്നത്. വീഡിയോ അത്ര കറക്റ്റായിട്ട് കാണുന്ന മനസ്സിലാകുന്നില്ല. നിനക്ക് നല്ല ബ്രൗണാ, എനിക്കോ അത്ര ബ്രൗൺ അല്ല. ബ്രൗണും ഒരു മെറൂൺ മിക്സ്ഡ്. ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ പോലെ ഉണ്ട്. പക്ഷെ കൊള്ളാം, ഇഷ്ടമായി. അപ്പം അത്ര ഓവർ ഈ കളറില്ലാണ്ട് നമുക്ക് ഡെയിലി ഒക്കെ വേറെ ഇത് പോകാൻ പറ്റും. അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ട് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് ബോർ അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്തത്. അപ്പം നമുക്ക് നമ്മുടെ 4th വൺ ട്രൈ ചെയ്യാം. ഇതാണ് നമ്മുടെ 4th വൺ. ഞാൻ ട്രൈ ചെയ്യാം. രണ്ടുപേർക്കും വലിയ രസങ്ങളൊന്നുമില്ല, പക്ഷേ ബെറ്റർ ദാൻ മീ. അവർക്ക് നല്ല രസമുണ്ട്. എൻ്റെ അത്ര വലിയ സുഖമൊന്നുമില്ല. അല്ല, തീരെ സുഖമില്ല. എൻ്റെത് തീരെ മാച്ചില്ല എനിക്കിത്. അവർക്ക് കുഴപ്പമില്ല, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇട്ടുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. പറ്റില്ല, വലിയ സീനില്ല. അപ്പം നമ്മുടെ 5th വണ്ണാണ് ഇനി. ഇതാണ് 5th വണ്ണ്. ഇത് കണ്ടിട്ട് എനിക്ക് വലിയ സുഖം തോന്നില്ല. അപ്പം നീ തന്നെ ടോസ്റ്റ്. ഇത് കൂടുതലും ബ്രൗൺ ഷെയ്ഡ്സ് ആണ്. അപ്പം ബ്രൗൺ ഷെയ്ഡ്സ് അത്ര മാച്ച് ഇല്ലെങ്കിലും അതിൽ ബ്രൗൺ ഷെയ്ഡ്സ് തന്നെ കുറച്ച് നമുക്ക് മാച്ച് ആയതുണ്ട്. അത് കണ്ടുപിടിക്കാനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, എന്നാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. എന്നാലും ഒപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്കത് രസമുണ്ട്. എല്ലാം നമ്മൾ കറക്റ്റ് ഇതിൽ കാണുന്ന പോലെയല്ല, ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല.
ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈസ് ഞാൻ പറയാം, അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് എടുക്കാം. അപ്പോൾ 6th വണ്ണ ഡസ്കി സ്കിന്നിൽ തന്നെ എൻ്റെ അത്യാവശ്യം പിഗ്മെന്റഡ് ആയ ലിപ്സ് ആണ്, അതുകൊണ്ടാണ് കുറച്ചൊരു ഇത് മനസ്സിലാകുന്നത്. എൻ്റെ ഇവിടെയൊക്കെ പിഗ്മെന്റഡ് ആണ്, ചില പോർഷൻസ് പിഗ്മെന്റഡ് ആണ്. അപ്പം അത് വെച്ചിട്ടും ഷെയ്ഡ്സ് ചേഞ്ച് വരാം. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല, രണ്ടാക്കും വലിയ സീൻ തോന്നുന്നില്ല. ഓക്കെ, വലിയ കുഴപ്പമില്ല, നേരത്തെക്കാട്ടും ബെറ്റർ ആണ്. നേരത്തെ 5-നേക്കാട്ടും ബെറ്റർ ആണ് 6. 7th വണ്ണ ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇടുമ്പോഴത്തേക്കാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്നുണ്ട്, നല്ല രസമുണ്ട് അത്. കൊള്ളാം, എനിക്കിഷ്ടമായി. എനിക്ക് തോന്നുന്നു നിനക്കാ ചേരുന്നത് കൂടുതൽ. നിനക്കാ ചേരുന്നത് ബെറ്റർ ദാൻ ഹർ. എനിക്ക് ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് തോന്നുന്നു. എനിക്ക് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് നമ്പർ 7 നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് അടുത്ത ഷെയ്ഡ് എടുക്കാം. ഇനി ഷെയ്ഡ് നമ്പർ 8 ആണ്. ഇതിന് പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്, ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ട് ഉപയോഗത്തിൻ്റെ കഴിവുണ്ട്. അപ്പോൾ നീ എന്നെ അപ്ലൈ ചെയ്യും. പൊട്ടിയതുകൊണ്ട് കഷ്ടപ്പെടുന്നതാണ് അത്. തലേ ചെയ്യാൻ ഗൈസ്, രണ്ട് കളറാണ്, പക്ഷെ രണ്ടുപേർക്കും നല്ല ഭംഗിയുണ്ട്. എന്തിൻ്റെ അഭിപ്രായം? ബ്രൗണാണ്. അപ്പോൾ പെർഫെക്റ്റ്. 4 ഷെയ്ഡ്സും കൂടിയല്ലോ, അതിന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. 9th ഷെയ്ഡാണിത്. നേരത്തെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊള്ളാം. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക, രണ്ടാക്കും അത് വരുന്നതിൻ്റെ ഡിഫറൻസ്. എൻ്റെ നാച്ചുറൽ ലിപ്സിൻ്റെ കുറച്ചൊരു കളർ ചേഞ്ച് ആയ പോലെ അവൾക്ക് നല്ല വിസിബിളായിട്ട് ചേഞ്ച് ഉണ്ട്. നെക്സ്റ്റ് വണ്ണാണ് 10th വണ്ണ്. 10th വണ്ണ് നീ എടുത്ത് പറഞ്ഞു. നല്ല ഷെയ്ഡാണ്, വളരെ നല്ല ഷെയ്ഡാണത്. കുറച്ചൊരു പിങ്കിഷ് ആ ഒരു ടെക്സ്ചറാണ് അവൾക്കുള്ളത്. ഇനി എനിക്കുള്ള എന്താ നോക്കാം. ഒരു മെറൂൺ അല്ല, പിങ്ക് അല്ല, പർപ്പിളും കൂടെ വന്ന പോലെ അല്ലേ? ഇത് നമ്മുടെ ഡാസ്ലറിന്റെ 804ന്റെ ഒരു ലൈറ്റർ വെർഷൻ അതുപോലെ ഉണ്ട്. ഇത് കൊള്ളാം. രണ്ടും പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ? കുഴപ്പമില്ല, രണ്ടും കുറച്ച് ലൈറ്റ് ആണത്. എനിക്ക് കുറച്ച് ലൈറ്റാ, നിനക്ക് കറക്റ്റാ ഇങ്ങനത്തെ ഷെയ്ഡ്സ്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡാണ്, 11th ഷെയ്ഡാണ്. അപ്ലൈ ചെയ്ത് നോക്കാം. അവൾക്ക് നല്ല രസമുണ്ട്. കുറച്ചൊരു ചുണ്ടരി ടിഷ്യൂ കൊണ്ട് വരച്ചടിച്ചിട്ടാണെങ്കിലും ഒരു പ്ലംബിങ് പോലത്തെ ഒരു ടെക്സ്റ്റർ നല്ല ഒരെയാണ്. ന്യൂ ഹാക്ക്. യാ, ന്യൂ ഹാക്ക്, നോട്ട് ദ ബോയ്. വെരി നൈസ്. വ്യത്യാസം നോക്ക്. ആ ശരിയാ. ലുക്ക് ദിസ് ഗൈസ്, ചേഞ്ച് നോക്കൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡാണ്, 12th ഷെയ്ഡാണ്. അപ്പം ഞാൻ കേട്ടോ കുറച്ച് നല്ല ബ്രൈറ്റ് ആയ പോലെ ഉണ്ട് മുഖം. കഴുത്തി വെക്കുന്നുണ്ട്. നമുക്ക് ഇട്ടോക്കാം. കൊള്ളാം. ഇപ്പം നിനക്ക് ഞാൻ രസമാക്കാം. അല്ല, എനിക്ക് കുറച്ചൊരു മുഖം ബ്രൈറ്റ് ആയ പോലെ ഉണ്ട്. എന്നെ കാണുമ്പോൾ കുഞ്ഞാടത്തിയ പോലെ ഉണ്ട്.
അവൾക്ക് അവളെ തന്നെ ഒരേപോലെ തോന്നുന്നു. പക്ഷെ ഇത് കൊള്ളാം കേസ്. പക്ഷെ എനിക്ക് ആ 11th വണ്ണം, ആ 8th വണ്ണം, അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഷെയ്ഡ് അറിയാണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഡസ്കി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ലിപ്സ്റ്റിക് ഇടാനും എന്ത് മുഖത്ത് എന്ത് ചെയ്യാനും ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. പിന്നെ മറ്റുള്ളവരെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരുപാട് ആൾക്കാർ കുറ്റം പറയാനും കാര്യത്തിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ലിപ്സ്റ്റിക് ഇടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഷെയ്ഡ് അറിയാണ്ട് ഇടാത്തത് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോ കണ്ട് നിങ്ങളുടെ ഷെയ്ഡ് ഏതാണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാൻ തുടങ്ങാം. നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ തന്നെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതേപോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാലറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് കയറി വാങ്ങിക്കാം. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പ് ആയിരിക്കും നമ്മുടെ ഷെയ്ഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കൂടാണ്ട് ഇത്രയും ലിപ്സ്റ്റിക്ക് ഇത്രയും ചെറിയ റേറ്റിൽ കിട്ടാൻ പറഞ്ഞാൽ അത് ഭയങ്കര നല്ല കാര്യമാണ്. എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഷെയ്ഡ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാണെന്ന് ബാക്കിയല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല ട്രാൻസ്ഫർ പ്രൂഫായ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. ഇത് ഞാൻ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഷെയ്ഡ് ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് രണ്ടാൾക്കും ഇത് ഹെൽപ്ഫുൾ ആയി. പിന്നെ അതിപ്പോൾ എൻ്റെത് ഡസ്കി സ്കിന്ന് അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് ഇന്ന ആള് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒന്ന് വാങ്ങി ജസ്റ്റ് ഒരു അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബിക്കോസ് 350 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് ആണ് 350. ആ റേറ്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ 12 ഷെയ്ഡ്സും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഷെയ്ഡ് പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ മറ്റ് ലിപ്സ്റ്റിക്കുകൾ വാങ്ങിക്കാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അതെ. പിന്നെ വേറെ ലിപ്സ്റ്റിക്കുകളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനും നല്ലതാണ്. കാരണം വേറെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഒക്കെ കിട്ടും. അതെ, ഇപ്പം പെട്ടെന്ന് അർജന്റായിട്ടൊക്കെ ഒരു ആവശ്യം വന്നാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ലോങ് ലാസ്റ്റിംഗ് അല്ലാതല്ല, പക്ഷെ ഈ ഒരു ഫുൾ ഡേ ഒന്നും നിൽക്കില്ല. കുറച്ച് നേരമൊക്കെ 3 hours ഒക്കെ 3 to 4 hours ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും പോകും. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി, അതായത് നമ്മുടെ ഷെയ്ഡ് അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പോൾ നല്ല പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.